നമുക്കിന്നേ ഏത്തക്ക പച്ച ഏത്തക്കയും കൊണ്ട് നല്ല അടിപൊളി ബീഫ് കറി പോലും മാറ്റി വയ്ക്കുന്ന തരത്തിൽ ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. ആളെണ്ണം അനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. എനിക്ക് ഞാൻ 2 ദിവസത്തേക്കായിട്ട് വയ്ക്കാൻ പോവാം കേട്ടോ. അതുകൊണ്ടാണ് ഇത് എടുത്തേക്കണത്. ഞാനിത് ആദ്യം ക്ലീൻ ആക്കിക്കൊണ്ട് വരാം കേട്ടോ. നമ്മളെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. നമ്മളിങ്ങനെ ഒരുവിധം വലിപ്പത്തിൽ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ഈ കായ അരിഞ്ഞേക്കും കേട്ടോ. ഞാൻ ഇവിടുന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായ വാഴക്കൊലയാണ്ട് ഇതിൻ്റെ തൊലി കളയാത്തത് കേട്ടോ. മേടിക്കുന്നതാണെങ്കിൽ തൊലി കളഞ്ഞോളൂ. അപ്പം ചൂടായ പാനിലേക്ക് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിക്കുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കുന്നത്. നമ്മുടെ ബീഫ് കറി വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറിൻ്റെ മുഖ്യ ഘടകമാണ് ഉലുവ കേട്ടോ. അതിട്ട് പൊട്ടിക്കുന്നു. നമ്മൾ പതിവ് പോലെ വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുന്നു അതിൻ്റെ കൂടെ. ഇനി അത് അവിടെ കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇത് ലൈറ്റായിട്ട് ഗോൾഡൻ കളറായേ. ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചേക്കണേ സവാള അതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. സവാള, ഇഞ്ചി ചതച്ചത്, പിന്നെ അത് വറ്റൽമുളക്, തേങ്ങാക്കൊത്ത, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടോ കേട്ടോ. ഒരു മിനിറ്റ് ഇതൊന്ന് ഇതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പൊടികളൊക്കെ ഇടുക കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളകും വെളുത്തുള്ളി ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും നല്ലതാണ് കേട്ടോ. അപ്പം സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉലുവ ഇടും. അപ്പം ഇതൊന്ന് ചൂടാകട്ടെ. പൊടിയൊന്ന് മൂത്തേ. അപ്പം ഞാൻ ഈ കഷ്ണം ഇതിൻ്റെ അകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ മൂടി തുറന്ന് പിന്നെ ഒന്ന് ഇളക്കുന്നു. അങ്ങനെ നമ്മുടെ കറി റെഡിയാവും കേട്ടോ. പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പം ഇടയ്ക്ക് നോക്കി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് കറക്റ്റാക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അല്ലാത്ത മുളക് പൊടി ഇടരുതേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഗരം മസാല ഇട്ടിട്ടില്ല. ആവശ്യക്കാർക്ക് ഗരം മസാല ഇടാം. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ളതിന് വെളുത്തുള്ളി മുപ്പിച്ച് ആദ്യം തന്നെ അങ്ങ് ചേർത്ത് അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, അടിപൊളി. ഇപ്പോൾ ഈ നമ്മുടെ വലിയ ആഴ്ച, അതായത് ക്രിസ്ത്യൻസിനിടയ്ക്ക് നോയമ്പിൻ്റെ വലിയ ആഴ്ചയല്ലേ. അപ്പം നോയമ്പെടുക്കാത്തവരും ഈ ആഴ്ച മിക്കവാറും നോൺ വെജ് എല്ലാം ഉപേക്ഷിക്കും കേട്ടോ. ഈ ഇച്ചിരി അമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ അങ്ങനെയാണേ. അപ്പം ഈ പിള്ളേർക്കൊക്കെ ചോറിനാൻ എന്നാ പാടായിരിക്കുന്നറിയാം. പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പിന്നെ പുതിയ പെൺപിള്ളേരും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് അവർ വയറ് നിറച്ച് കൊണ്ടുള്ളൂ കേട്ടോ. ഒരു മത്സരബുദ്ധി ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റായി സാധനത്തിന്.
അടിപൊളിയാട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി നേരം ഒന്ന് ചുമ്മാ ഇരിക്കാമെന്ന് ഓർത്തോണ്ട് എനിക്ക് പുറത്ത് സ്റ്റെപ്പിൽ പോയിരിക്കുന്ന ഇഷ്ടം കേട്ടോ. അങ്ങനെ പോയിരുന്നു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടെ കിടന്നുകൊണ്ട് ബഹളം കേട്ടോ. ഞാൻ പുറത്ത് പോയിരിക്കുന്ന അവരെ കൊണ്ടുപോയില്ല. ആ ഒരു പരാതി പോലെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്തിരി സമയം ഞാൻ മൊബൈൽ എടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അവരെ കൊണ്ടുപോകേണ്ട വന്നു. ജനലിൽ കിടന്നായിരുന്നു. എന്നെ പറ്റിയേ എന്തിനാ ഇങ്ങനെ കരഞ്ഞേ കുച്ചു? ഞാൻ പുറത്തിരിക്കുന്ന കണ്ടിട്ടുള്ള കുശുമ്പ്. എന്നെ പറ്റി ഒത്തു പോണോ? എന്നാ അയ്യോ അവിടെ കിടക്കുവാണോ? ഈ നിൽക്കുന്ന ചെടിയേക്കാലി എന്നാ ഭംഗി എൻ്റെ കുഞ്ഞിനെ കാണാൻ അല്ലേ? തക്കടു എന്നെ പറ്റിയേ? എടാ ഞാനൊരു ഇത്തിരി നേരമൊക്കെ പുറത്തിരിക്കട്ടടാ അല്ലേ? ഇച്ചിരി നേരം കൊച്ചിന് പൊത്തു പോണോ? പൊടുത്തു പോണോ? വേണോ? എന്തി നിൻ്റെ അമ്മക്കുഞ്ഞെന്തി? ഓ കിടന്നാ കാണേ. ഈ ചെടിയേക്കാളും നല്ലത് എൻ്റെ കുഞ്ഞാവയാ. അരിശാ? അരിശാണോടാ? പുറത്തു പോണോ? പൊത്തു പോണോ? പുറത്തു പോണോ? പൊത്തു പോണോ? പോണെങ്കിൽ പോണോന്ന് പറ. ഔന്ന് പറ. പറയടാ. ഔ പറഞ്ഞ് തക്കുടു പറയടാ. പറയടാ. പറ കൂക്കൂ. പറഞ്ഞേ. എന്നാ ഞാൻ പോവാ. പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊണ്ടുപോവുള്ളൂ. പറ. അവളിവിടെ ഇല്ല. അവള് പരിക്കകത്ത് കിടന്നുറങ്ങുക. ഒരുപാട് പക്ഷിയൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴേ കൊച്ചിനാകെ രോമാഞ്ചിഫിക്കേഷൻ. ആ പോയി. കേട്ടോ കാല് പിടിക്കുന്നു. ഇനി സമയം 10 മണിയില്ലായല്ലോ. പുറത്ത് പോകണോ? കണ്ടോ? അയ്യടാ എൻ്റെ നോർമ. എന്തിനാടാ ഇപ്പൊ പോണേ? എന്തിനാ പോണേ? കൊണ്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.